സ്റ്റാർട്ട് ചെയ്യാം. ചെയ്തു മിസ്. ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ബയോളജി പാർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിലെ മൊഡ്യൂൾ 4 ആനിമൽ കിങ്ഡം ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് അഞ്ജന. ഞാനായിരിക്കും നിങ്ങൾക്ക് ആനിമൽ കിങ്ഡം അതുപോലെ ഫിസിയോളജി സെക്ഷനും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആനിമൽ കിങ്ഡത്തില് ഒരുപാട് ഫൈലംസ് പറയും. ഈ ഫൈലംസ് പറയുന്നതിന് മുൻപ് ഈ ഓരോ ഫൈലത്തിലെയും ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾ പറയാം. അപ്പൊ ആ ക്യാരക്ടേഴ്സ് ആദ്യം എന്താന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുകയല്ലേ നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോ ടേംസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആദ്യം ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്, എങ്ങനെയാണ്, എന്തിന്റെ ബേസിലാണ്, ഏകദേശം ഒരു 5ഓളം കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ആനിമൽസിനെ ചില ഫണ്ടമെന്റൽ കോമൺ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ സെൽസ്, ബോഡി സിമട്രി, നേച്ചർ ഓഫ് സീലോം, പാറ്റേൺ ഓഫ് ഡൈജഷൻ, സർക്കുലേറ്ററി ഓർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത്രയും ഫീച്ചേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഓർഗാനിസത്തിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്തിന്റെയൊക്കെ ബേസിലാണ്? അതായത് അവരുടെ സെൽസ്, ബോഡി സിമട്രി, നേച്ചർ ഓഫ് സീലോം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി ഓർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ് സെൽസിന്റെ അറേഞ്ച്മെന്റ്സ്, എങ്ങനെയാണ്, ബോഡി സിമട്രി എങ്ങനെയാണ് വരുന്നത്, സീലോമിന്റെ നേച്ചർ എങ്ങനെയാണ് വരുന്നത്, ഡൈജഷൻ, സർക്കുലേറ്ററി സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ഓരോ ഓർഗാനിസത്തിന്റെയും നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൽസ് ആണ്. സെൽസിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതില് നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. എന്താണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മെയിൻ ആയിട്ട് 4 രീതിയിലാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ വരുന്നത്. ഒന്ന് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാം. ആദ്യം സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്തിൽ നിന്നായിരിക്കും? ഈ ഒരു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നിന്നായിരിക്കും. അതായത് നമ്മളുടെ എല്ലാ അനിമേലിയയിലെ എല്ലാ ഓർഗാനിസംസും സെല്ലുലാർ ലെവലിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ഈസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഓർഗാനിസം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊറ്റ സെല്ലിലാണ് ജീവിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഒരുപാടുകൾ സെല്ല് ചേർന്നിട്ടാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഉണ്ടായിട്ടുള്ളത്. അപ്പോ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനിമേലിയയിലുള്ള എല്ലാ മെമ്പേഴ്സും സെല്ലുലാർ ലെവലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവർ എക്സിബിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരിക്കലും സെയിം ഓർഗനൈസേഷൻ ഓഫ് സെൽ പാറ്റേൺസ് ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. അവരുടെ സെൽസ് അറേഞ്ച് ചെയ്തത് എങ്ങനെയായിരിക്കും? വളരെ ലൂസ് ആയിട്ടായിരിക്കും അവരുടെ സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോ
ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അവിടെ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് അവിടെ ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം സെയിം ഫങ്ഷൻ ഉള്ള സെല്ലുകളെല്ലാം അല്ലെങ്കിൽ സെയിം ഫങ്ഷനുള്ള എല്ലാ സെല്ലുകളും അറേഞ്ച് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. ഇനി ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എന്താണ്? ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസ് മുതൽ ഹയർ ഫൈലയിലോട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ടിഷ്യൂസ് ഗ്രൂപ്പ് ടുഗദർ ചെയ്തിട്ടാണ്, ഒരുപാട് ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ഈ സെല്ലുകൾക്ക്, ഈ ടിഷ്യൂസിന് എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ പെർട്ടിക്കുലർ ഫംഗ്ഷനിലുള്ള സെൽസുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഓർഗൻ ആയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സെല്ലുലാർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് ഒരിക്കലും സെയിം പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കില്ല ഉണ്ടാവുക. ഓരോ സെല്ലിനും എന്തായിരിക്കും? ഓരോരോ ഫംഗ്ഷൻ ആയിരിക്കും. സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുക എങ്ങനെയാണ്? വളരെ ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ടിഷ്യൂ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ട്, ഒരുപാട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സെൽസ് ആണോ കൂടിച്ചേരുക? അല്ല, സെയിം സ്ട്രക്ചറും സെയിം ഫംഗ്ഷനും ഉള്ള സെൽസ് കൂടി ചേരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ടിഷ്യൂ ആയിട്ട് അത് പെർഫോം ചെയ്യാണ് ചെയ്യുക. ഇനി ഓർഗൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് ടിഷ്യൂസ് അവർക്ക് സെയിം ഫംഗ്ഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള ടിഷ്യൂസ് ഗ്രൂപ്പ് ടുഗദർ ചെയ്യും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ അവർ നടത്തും. ഇനി അങ്ങനെയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തായിരിക്കും? ഒരുപാട് ഓർഗൻസ് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ ഫങ്ഷണൽ സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാം. അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളസ്ക, എക്കിനോഡെർമാറ്റ, കോഡൈറ്റ്സ് ഇവരെല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് ഉൾപ്പെടുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൽ ഒരുപാട് ഓർഗൻസ് പങ്കെടുക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ ലിവർ, കിഡ്നി എല്ലാം പങ്കെടുക്കുന്നില്ലേ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില്? അപ്പൊ ഒരുപാട് ഓർഗൻസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഓർഗാനിസത്തിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ഡൈജഷന്റെ കേസ്. അതായത് ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് രണ്ട് ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. ഒരു മൗത്തും പിന്നെ ഒരു ആനസും. നമ്മൾ ഫുഡ് കഴിക്കുന്ന, നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ് അല്ലെ? അപ്പൊ നമ്മൾ ഫുഡ് മൗത്തിലൂടെ കഴിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? മൗത്തിൽ നിന്ന് നമ്മൾ അത് ഹാഫ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റൊമക്കിലോട്ട് പോകുന്നു. സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അവിടെ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നു. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വേസ്റ്റ് എന്ത് ചെയ്യുന്നു? ആനസ് വഴി പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണല്ലോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് 2 ഓപ്പണിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്. ഏതൊക്കെയാണ്? മൗത്തും ആനസും. ഇനി അതേപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത്. ഒന്ന് ഓപ്പൺ ടൈപ്പും ഒന്ന് ക്ലോസ്ഡ് ടൈപ്പും. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ബ്ലഡ് ഇല്ലേ, ബ്ലഡ് ഇങ്ങനെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സെൽസും ടിഷ്യൂസും ഒക്കെ എന്ത് ചെയ്തിരിക്കും? അതിലിങ്ങനെ കംപ്ലീറ്റ് ആയി ഇങ്ങനെ മുങ്ങിക്കിടക്കുക ഉണ്ടാവും. അതായത് അവയ്ക്ക് ആർട്ടറീസോ വെയിൻസോ കാപ്പിലറീസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? ആ ബ്ലഡിനകത്ത് സെൽസും ടിഷ്യൂസും എല്ലാം എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കും. അതാണ് ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എന്ത് ടൈപ്പ് ആയിരിക്കും? നമ്മുടെ ക്ലോസ്ഡ് ടൈപ്പ് അല്ലേ? കാരണം നമുക്ക് എന്തുണ്ട്? ഒരു വെൽ പെർഫോമിംഗ് സർക്കുലേറ്ററി സിസ്റ്റം ഇല്ലേ? അതെ. അപ്പൊ ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് വേരിയിങ് ഡയമീറ്റേഴ്സിലായിരിക്കും. അതായത് നമ്മുടെ ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസിലൂടെ ആയിരിക്കും ഓരോരോ പെർട്ടിക്കുലർ ഫങ്ഷൻസ് ചെയ്യാൻ എന്ത് പോകുന്നത്? നമ്മുടെ ബ്ലഡ് പോകുന്നത്.
സോ നമ്മുടെ ഏത് ടൈപ്പാണ്? ക്ലോസ്ഡ് ടൈപ്പാണ്. അപ്പൊ ഓപ്പൺ ടൈപ്പും നമ്മൾ പറഞ്ഞു, ക്ലോസ്ഡ് ടൈപ്പും നമ്മൾ പറഞ്ഞു. ഇനി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യം വരുന്നത് എവിടെയാണെന്ന് അറിയോ? നമ്മൾ ഓരോ ഫൈലംസും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. അപ്പൊ ഞാൻ ഓപ്പൺ ടൈപ്പ്, ക്ലോസ്ഡ് ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അങ്ങനെയാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസും അതിന്റെ ബേസിസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തത് ഓർഗാനിസത്തിന് സിമ്മട്രിയുടെ ബേസിലാണ്. സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു സാധനത്തിന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സിമ്മട്രി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ സിമ്മട്രീനെ നമ്മൾ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 3 സിമ്മട്രിയുടെ ബേസിലാണ് ആനിമൽസിനെ നമ്മൾ ഓരോരോ കാറ്റഗറിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് അസിമെട്രി ആണ്. അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ വരുന്നത് മെയിൻ ആയിട്ട് സ്പോഞ്ചസ് ആണ് വരുന്നത്. അതായത് അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയി കട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് ഭാഗത്ത് കൂടെയും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഈ ഒരു ഓർഗാനിസത്തിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓർഗാനിസത്തിന് ഈക്വൽ ആയി പ്ലെയിൻസിലൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ അത്തരത്തിലുള്ള സിമെട്രിയാണ് എന്ത്? അസിമെട്രി എന്ന് പറയുന്നത്. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്പോഞ്ചസ് ആണ്. ഇനി റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കേ, ഈ ഒരു ഫിഗർ കണ്ടോ? അതായത് നമ്മള് ഈ ഒരു സെൻട്രൽ ആക്സിസിലൂടെ നമ്മൾ ഈ ഒരു ബോഡീനെ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടും. കിട്ടിയോ? അതായത് ഈ ഒരു ബോഡീനെ നമ്മള് ഒരു സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടും. 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അവരെന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? സീലൻഡ്രേറ്റ്, ടീനോഫോറ, എക്കിനോഡെർമേറ്റ. ഇനി നമ്മൾ സീലൻഡ്രേറ്റ്, ടീനോഫോറ, എക്കിനോഡെർമേറ്റ ഒക്കെ പഠിക്കുമ്പോൾ സിമെട്രി ഏതാണെന്ന് നമ്മൾ പറയാ? റേഡിയൽ സിമെട്രിയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ബയലാട്രിയൽ സിമെട്രി. പൈ എന്ന് പറയുന്നത് എന്താ? 2. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കേ. അതായത് നമുക്ക് ഈ ഒരു ഓർഗാനിസത്തിനെ അതിന്റെ സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബൈലാട്രിയൽ സിമെട്രി എന്ന് പറയാം. ഐഡന്റിക്കൽ ലെഫ്റ്റും ഐഡന്റിക്കൽ റൈറ്റും കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബയലാട്രിയൽ സിമെട്രി എന്ന് പറയാം. അപ്പോ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഗാനിസത്തിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് പറയാം? സിമെട്രി എന്ന് പറയാം. സിമെട്രിയുടെ ബേസിൽ നമ്മൾ ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അസിമെട്രി, റേഡിയൽ സിമെട്രി, ബയലാട്രിയൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മുടെ ഓർഗാനിസത്തിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അവരെന്നെയാണ് നമ്മൾ അസിമെട്രി എന്ന് പറയാം. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിഗർ നോക്കിക്കേ. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഒരു സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് പറയാം? റേഡിയൽ സിമെട്രി എന്ന് പറയാം. ഇനി ഒരു ഓർഗാനിസത്തിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവരുടെ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഐഡന്റിക്കൽ, റൈറ്റ് ഐഡന്റിക്കൽ, അതായത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബയലാട്രിയൽ സിമെട്രി എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, സിസ്റ്റംസ് പറഞ്ഞു, സിമെട്രി പറഞ്ഞു. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അതെ, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് പറയാനുള്ളത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്. അതായത് നമുക്കറിയാം നമ്മളെല്ലാവരും, അതായത് ഏതൊരു ഓർഗാനിസവും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എംബ്രിയോണിക് ലെവലിൽ നിന്നാണ് അല്ലെ? ഈ എംബ്രിയോണിക് ലെവലില് നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് എംബ്രിയോണിക് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് എംബ്രിയോണിക് ലെയേഴ്സ്? എക്ടോഡേമോ, എൻഡോഡേമോ. അതായത് ഒരു ആനിമലിന്
അതിന്റെ എംബ്രിയോണിക് ലെയേഴ്സ് രണ്ടെണ്ണാണ് ഉള്ളത്. ഒന്ന് എക്ടോഡേമും ഒന്ന് എൻഡോഡേമും. ഇതാണ് എക്ടോഡേം, ഇതാണ് എൻഡോഡേം. ഇത്തരത്തില് എക്ടോഡേമും എൻഡോഡേമും ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസത്തിന്റെ എംബ്രിയോണിക് ലെയറിൽ അവയ്ക്ക് 2 ലെയറുകളാണ് ഉള്ളതെങ്കിൽ അവരെയാണ് നമുക്ക് എന്തെന്ന് പറയാം? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇവർക്ക് ഈ ഒരു എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിൽ ഒരു മീസോഗ്ലി ഉണ്ട്. പക്ഷെ ഈ ഒരു മീസോഗ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? പ്രോപ്പർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചു? ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിച്ചു. എന്നാൽ ചില ഓർഗാനിസത്തില് നമ്മുടെ ഈ ഒരു മീസോഗ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ജേം ലെയർ ആയിട്ട് മീസോഡേം ആയിട്ട് മാറിയിട്ടുണ്ടാവും. എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിലുള്ള മീസോഗ്ലിയ എന്ന് പറയുന്ന ലെയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി മാറിയിട്ടുണ്ടാവും? മീസോഡേം ആയി മാറിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും മനസ്സിലായില്ലേ? ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനിമലിന് അതിന്റെ എംബ്രിയോണിക് ലെയർ 2 എണ്ണാണ് ഉള്ളത്, എക്ടോഡേമും എൻഡോഡേമും. ഇത്തരത്തിൽ 2 ലെയേഴ്സ് മാത്രമുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയാം. അവരുടെ മീസോഗ്ലിയ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിലുള്ള മീസോഗ്ലിയ എന്ന് പറയുന്ന ലെയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി മാറുന്നു? മീസോഡേമായി മാറുന്നു. സോ ഇത്തരത്തില് 3 ലെയറുകളുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നു. അവയ്ക്ക് എക്സാമ്പിൾ ആണ് എന്ത്? പ്ലാറ്റിഹെൽമിന്തിസ് മുതൽ കോർഡേറ്റ്സ് വരെയുള്ള ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ എളുപ്പമല്ലേ? ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ജസ്റ്റ് ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ നമുക്ക്. ഇനി സീലോം. സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ബോഡി വാളിലും ഗട്ട് വാളിലും ഒരു ക്യാവിറ്റി പ്രസന്റ് ആണോ അല്ലയോ എന്നതിന്റെ ബേസിസിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സീലോം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു എക്ടോഡേം എൻഡോഡേം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഈ ഒരു എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിലുള്ള ലെയർ ആണ് എന്ത്? മീസോഡേം. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ഒരു മീസോഡേമില് ഈ ഒരു ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ അവരെന്നെ നമ്മൾ പറയുന്ന പേരാണ് സീലോം എന്ന് പറയും. അതായത് മീസോഡേമില് ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീലോം എന്ന് വിളിക്കാം. ആനിമൽസിന് സീലോം ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ്. ഇനി ആനിമൽസിന്റെ ബോഡി ക്യാവിറ്റിയില് ഈ ഒരു ആനിമൽസിന്റെ ബോഡിയില് ഈ ഒരു മീസോഡേം ഇല്ലെങ്കിൽ, മീസോഡേം അല്ല, ഈ ഒരു ബോഡി ക്യാവിറ്റി ആബ്സെന്റ് ആണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അസിലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി ചില ആനിമൽസിന്റെ ബോഡിയിൽ മീസോഡേം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അതിന് പകരം മീസോഡേം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അത്തരത്തില് ബോഡി ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ബോഡി ക്യാവിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. ഇത്തരത്തിലുള്ളവരെന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്യൂഡോ സീലോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മീസോഡേമിലുള്ള ഒരു ബോഡി ക്യാവിറ്റിനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. ഈ മീസോഡേമില് ബോഡി ക്യാവിറ്റി പ്രസന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി ആനിമൽസിന്റെ മീസോഡേം ലെയറിൽ ഈ ബോഡി ക്യാവിറ്റി ഇല്ലെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അസിലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. കാരണം അവർക്ക് സീലോം ഉണ്ടോ? ഇല്ല. മീസോഡേമിൽ എന്തില്ല? ബോഡി ക്യാവിറ്റി ഇല്ല. അതുകൊണ്ട് അവർക്ക് സീലോം ഇല്ല. അതുകൊണ്ട് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നു? അസിലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി സ്യൂഡോ സീലോം എന്താണ്? ചില ആനിമൽസിന് മീസോഡേം എന്ത് ചെയ്യില്ല? പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല, ലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ക്യാവിറ്റി ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ മീസോഡേമിന് പകരമായിട്ട് അവിടെ എന്തായിരിക്കും? സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് നമ്മുടെ ഈ എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഉള്ളില് മീസോഡേമിന് പകരം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് ഇരിപ്പുണ്ടാവും ഈ മീസോഗ്ലിയ. സോ ഇത്തരത്തില് ഉള്ള ബോഡി ക്യാവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്യൂഡോസിലോം എന്ന് പറയാ. അത്തരത്തിലുള്ള ആനിമൽസിന് നമ്മൾ സ്യൂഡോസിലോമേറ്റ്സ് എന്ന് പറയും. സ്യൂഡോസിലോമേറ്റിന് ഒരൊറ്റ എക്സാമ്പിളേ ഉള്ളൂ, അത് ആൽഷിമിന്തസ് ആണ്.
അപ്പൊ സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോഡി ക്യാവിറ്റിയില് ഒരു ബോഡി ക്യാവിറ്റി മീസോഡോമിൽ ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സീലോം എന്ന് പറയുന്നു. സീലോം ഉള്ള ഓർഗാനിസിനെ സീലോമൈറ്റ്സ് എന്നും, സീലോം ഇല്ലാത്തവരെ അസിലോമൈറ്റ്സ് എന്നും, സീലോം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണുള്ളതെങ്കിൽ അവരെ സ്യൂഡോസീലോമൈറ്റ്സ് എന്നും പറയുന്നു. ഓക്കെ അല്ലേ? ഇനി സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആനിമൽസിൽ അവരുടെ ബോഡി എക്സ്റ്റേണലിയും ഇന്റേണലിയും കുറച്ച് സെഗ്മെന്റ്സ് ആയിട്ട് ഒരു റിപ്പീറ്റേഷൻ ഓഫ് ഓർഗൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എർത്ത് വോം ഇല്ലേ, മണ്ണിര. ഈ മണ്ണിരയുടെ ശരീരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ കുറെ ഇങ്ങനെ സെഗ്മെന്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ? അതന്നെയാണ് നമ്മുടെ സെഗ്മെന്റേഷൻ. ചില ആനിമൽസിൽ അവരുടെ ബോഡി എക്സ്റ്റേണലിയും ഇന്റേണലിയും ഡിവൈഡ് ചെയ്യുന്നത് കുറച്ച് സെഗ്മെന്റ്സ് ആയിട്ടായിരിക്കും. ഇത്തരത്തിലുള്ള സീരീസ് ഓഫ് റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ മെറ്റാമറിസം എന്നും പറയുന്നു. അപ്പൊ മെറ്റാമറിസം ഉള്ളത് ഏത് ഓർഗാനിസത്തിലാണ്? എർത്ത് വോമിൽ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നോട്ടോകോഡ്. അതായത് ഏതൊരു ആനിമലിനും നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. എംബ്രിയോണിക് ഡെവലപ്മെന്റില് ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത്. നമ്മുടെ നട്ടെല്ല് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ നോട്ടോകോഡ് ഉള്ള ആനിമൽസിനെ നമ്മൾ കോഡേറ്റ്സ് എന്നും, നോട്ടോകോഡ് ഇല്ലാത്ത ആനിമൽസിനെ നമ്മൾ നോൺ കോഡേറ്റ്സ് എന്നും പറയും. ഈ നോൺ കോഡേറ്റ്സ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഒരു 9 ഫൈലംസ് പഠിക്കാനുണ്ട് നമുക്ക്. കോഡേറ്റ്സ് നമുക്ക് സെപ്പറേറ്റും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോട്ടോകോഡ് ഉള്ള ആനിമൽസിനെ കോഡേറ്റ്സ് എന്നും, നോട്ടോകോഡ് ഇല്ലാത്ത ആനിമൽസിനെ നമ്മൾ നോൺ കോഡേറ്റ്സ് എന്നും പറയുന്നു. ഇപ്പൊ നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതായത് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ബേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ള കേസ്. എന്തിന്റെയൊക്കെ ബേസിലായിരുന്നു? സെല്ലുലാർ ലെവല്, പിന്നെ സിമ്മട്രി, സീലോമൈറ്റ്സ്, റീപ്രൊഡക്ഷൻ, ഡൈജഷൻ, ഇങ്ങനെ പല പല കാര്യങ്ങളുടെ ബേസിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതെങ്ങനെയാണ്, ഓരോ ടേമും എന്താണെന്നുള്ളത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇനി നമ്മുടെ മെയിൻ സെക്ഷനിലോട്ട് പോവാണ്. നോൺ കോഡേറ്റ്സും കോഡേറ്റ്സും ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. 9 നോൺ കോഡേറ്റ്സ്. അതില് സ്റ്റീനോഫോറ നിങ്ങൾക്ക് ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ കോഡേറ്റ്സും. ഇത്രയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. നോൺ കോഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടോകോഡ് ഇല്ലാത്ത ആനിമൽസിനെയാണ് നമ്മൾ നോൺ കോഡേറ്റ്സ് എന്ന് പറയാം. ഒരു 9 നോൺ കോഡേറ്റ്സ് ഉണ്ട് മെയിൻ ആയിട്ട്. പോറിഫറ, ഇതൊക്കെ എന്താണ്? ഫൈലംസ് ആണ്. ഫൈലം പോറിഫറ, ഫൈലം സിലിൻഡറേറ്റ, which is also known as Cnidaria, ഫൈലം ടിനോഫോറ, ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ്, ഫൈലം ആൽഷിമിന്തസ്, ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളസ്ക, ഫൈലം എക്കിനോഡെർമേറ്റ. ഇങ്ങനെ 9 ഫൈലംസ് ഉണ്ട്. നമുക്ക് 8 പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 8 നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് എന്തിലോട്ടായിരിക്കും? കോഡേറ്റ്സിലോട്ടായിരിക്കും. ഈ കോഡേറ്റ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ കഴിയും. ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന മൊഡ്യൂള് നമുക്ക് ഇവിടെ കഴിയും. അപ്പൊ നമുക്ക് ആദ്യം ഫൈലം പോറിഫറ നോക്കാം. എന്താണ് ഫൈലം പോറിഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏറ്റവും ബേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈലാണ് എന്ത്? ഫൈലം പോറിഫറ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫൈലത്തിലെ മെമ്പേഴ്സിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് എന്ത്? സ്പോഞ്ചസ്. അപ്പൊ സ്പോഞ്ചസ് വരുന്ന ഫൈലം ഏതാണ്? ഫൈലം പോറിഫറയാണ്. ഇവര് ജനറലി എന്താണ്? മറൈൻ ആണ്. ജനറലി എന്താണ്? കടലിൽ ജീവിക്കുന്നവരാണ്, മറൈൻ ആണ്. ഇവരുടെ സിമ്മട്രി എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് സിമ്മട്രി? അസിമെട്രിക്കൽ ആനിമൽസ് ആണ്. അപ്പൊ ഫൈലം പോറിഫറ എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ആനിമൽസ് ആണ്. ഇവരെയാണ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈക്വൽ ആയിട്ട് ഐഡന്റിക്കൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാനായി പറ്റില്ല. സോ ദേ ആർ നോൺ ആസ് അസിമെട്രിക്കൽ ആനിമൽസ്. ഇനി ഇവരെങ്ങനെയാണ്? പ്രിമിറ്റീവ് ഇവരെന്താണ്? മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ്. ഇവരുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്.
ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച സാധനമാണ്, ഓർമ്മയുണ്ടോ? ആ ഇനി ഈ ഒരു സ്പോഞ്ചസിന് നമ്മൾ പറഞ്ഞു ഫൈലം പോറിഫറൈനെ നമ്മൾ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നു. ഈ സ്പോഞ്ചസിനുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? വാട്ടർ ട്രാൻസ്പോർട്ട് അഥവാ വാട്ടർ കനാൽ സിസ്റ്റം. ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അഥവാ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വാട്ടർ എൻട്രി ചെയ്യുന്നത് ഇത് ഈ ഒരു സ്മോൾ പോർസ് കണ്ടോ, ഈ സ്മോൾ പോർസിലൂടെ ആയിരിക്കും. ആ പോർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒസ്റ്റിയ. ഈ ഒസ്റ്റിയ വഴി വാട്ടർ ഇവരുടെ ശരീരത്തിലോട്ട് എൻട്രി ചെയ്യും. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു? ബോഡിയിലുള്ള സെൻട്രൽ കാവിറ്റിയിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വേണ്ട ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഒസ്കുലം വഴി ഇതൊക്കെ എന്ത് ചെയ്യും? ഒസ്കുലം വഴി ഈ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇതാണ് ഇവരുടെ എന്തെന്ന് പറയുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഓസ്റ്റിയയിലൂടെ കയറി സ്പോഞ്ചോസീലിനകത്ത് കയറി വേണ്ട ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒസ്കുലം വഴി എന്ത് ചെയ്യും? എല്ലാം റിമൂവ് ചെയ്യും. അപ്പൊ ഈ ഒരു പാത്വേ അവർ മെയിൻ ആയിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫുഡ് ഗ്യാതറിങ്ങിനും റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനും വേസ്റ്റ് റിമൂവലിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ ഒരു സ്പോഞ്ചസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? അവരുടെ ശരീരത്തിലുള്ള ഒരു സെൽസ് ആണ് എന്ത്? കൊയോനോസൈറ്റ്സ് അഥവാ കോളർ സെൽസ്. ഈ കൊയോനോസൈറ്റ്സ് കോളർ സെൽസ് കൊണ്ടാണ് ഇവരുടെ സ്പോഞ്ചോസീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ ഡൈജഷൻ എന്താണ്? ഇൻട്രാ സെല്ലുലാർ ആണ്. ഇനി ഇവരുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സ്പിക്യൂൾസും സ്പോഞ്ചിൻ ഫൈബേഴ്സും വെച്ചിട്ടാണ്. ഇനി ഇവിടെ സെക്സസ് ഒരിക്കലും എന്തല്ല? സെപ്പറേറ്റ് അല്ല. ദേ ആർ ഹെർമാപ്രോഡൈറ്റ്. അതായത് ഈ ഒരു സെയിം ഇൻഡിവിജ്വലിന് തന്നെ എഗും സ്പേമും എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു ഹെർമാപ്രോഡൈറ്റ് ആനിമൽ വരുന്നത് ഏത് ഫൈലത്തിലാണ്? ഫൈലം പോറിഫറയിലാണ്. ഓർഗാനിസിന്റെ പേരെന്താണ്? സ്പോഞ്ചസ്. ഓക്കെ, ഇനി ഇവര് സ്പോഞ്ചസ് അസെക്ഷലി എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രാഗ്മെന്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷലി ഗാമേറ്റ്സ് ഫോം ചെയ്തിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫെർട്ടിലൈസേഷൻ വരുന്നത് ഇന്റേണൽ ആണ്. ഇനി ഇവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ലാർവൽ സ്റ്റേജിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, എന്നിട്ട് അഡൽട്ട് ആവും ഇവര്. അപ്പൊ നമ്മുടെ മെയിൻ പോയിന്റ്സ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫൈലം പോറിഫറ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺലി നമ്മൾ അവരെ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നു. മറൈൻ ആണ്, അസിമെട്രി ആണ്, പ്രിമിറ്റീവ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവരുടെ ബോഡിയിലോട്ട് വാട്ടർ എൻട്രി ചെയ്യുന്നത് ഈ പോർസ് വഴിയാണ്. ദെൻ ബോഡി ക്യാവിറ്റിയിലോട്ട് എത്തുന്നു. ദെൻ അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് ഈ ഓസ്കുലം വഴി റിമൂവ് ചെയ്യുന്നു. ഈ ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് എന്തൊക്കെ ഹെൽപ്ഫുൾ ആണ്? അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഫുഡ് ഗ്യാതറിങ്ങിനും റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനും റിമൂവൽ ഓഫ് വേസ്റ്റിനും ഹെൽപ്ഫുൾ ആണ്. ഇനി ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്ത്? ഇവരുടെ സ്പോഞ്ചോസീൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊയോനോസൈറ്റ്സ് കോളർ സെൽസ് കൊണ്ടാണ്. ഇനി ഡൈജഷൻ എങ്ങനെയാണ്? ഇൻട്രാ സെല്ലുലാർ ആണ്. സെക്സസ് നോട്ട് സെപ്പറേറ്റ് ആണ്. എഗ്സും സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ഇൻഡിവിജ്വൽ തന്നെയാണ്. അതായത് ഈ ഒരാളുടെ ശരീരത്തിൽ തന്നെ എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യും, സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. സെക്ഷലി ഗാമേറ്റ്സ് ഫോം ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അസെക്ഷലി ബൈ ഫ്രാഗ്മെന്റേഷൻ വഴി എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഫൈലം പോറിഫറയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് 3 എണ്ണാണ് വരുന്നത്. സൈക്കൺ, യൂസ്പോഞ്ചിയ, ദെൻ സ്പോഞ്ചില. ഈ 3 എണ്ണാണ് നമ്മുടെ ഫൈലം പോറിഫറയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഈ ഒരു ഫിഗർ ചോദിച്ചിട്ട് ഇത് ഏത് ഫൈലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏത് ഓർഗാനിസം ആണെന്ന് ചോദിക്കാം. ഫിഗർ ഒന്നും കൂടെ നോക്കാം. സൈക്കൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ഫയലാണ് ഫൈലം സീലിൻഡ്രേറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫൈലം സീലിൻഡ്രേറ്റ് ആണ്. ദേ ആർ ഓൾസോ നോൺ ആസ് നിഡേറിയ. നിഡേറിയൻസ് എന്നും ഇവരെ എന്ത് ചെയ്യുന്നു? പറയുന്നു. ഇവര് മെയിൻ ആയിട്ട് എന്താണ്? അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്. അതായത്
ശുദ്ധജലത്തിലും വളരുന്നുണ്ട്, കടലിലും വളരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, സിസൈലാണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. അപ്പൊ എല്ലാം കൂടിയിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു ഫയലാണ് എന്ത്, നമ്മുടെ സീലിൻഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ സിമ്മട്രി എന്താണ്, റാഡിയൽ സിമ്മട്രി ആണ്. സിമ്മട്രി എന്താണ്, റാഡിയൽ ആണ്. ഇനി ഈ നിഡേറിയ എന്ന് പറയുന്ന നെയിം ഇവർക്ക് കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവരുടെ ശരീരത്തിൽ എന്തുണ്ട്, നിഡോബ്ലാസ്റ്റ് ഉണ്ട്. നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസൈറ്റ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റിന്നി ക്യാപ്സ്യൂൾസ് അതുപോലെ നെമാറ്റോസൈറ്റ്സ് ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് പറയണത്, നിഡേറിയൻസ് എന്ന് കൂടെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നിഡോബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫെൻഡ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടല്ലേ നമുക്ക് നമ്മുടെ കൈകാലുകളൊക്കെ, അതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു നിഡോബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡിഫെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവയ്ക്ക് വേണ്ട ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ. ഇനി നിഡേറിയൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആർക്കാണ് നമ്മൾ കണ്ടത്, ആർക്കായിരുന്നു, പോറിഫറയ്ക്കായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കൂടി വരും. ഇനി സെല്ലുലാർ ലെവൽ ഉണ്ടാവില്ല. ഇനി ഇവരെ എന്താണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. എപ്പൊ മനസ്സിലായോ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഡിപ്ലോബ്ലാസ്റ്റിക്കും നമ്മൾ പറഞ്ഞത് എന്ന് മനസ്സിലായോ? അതെ. ഇനി ഇവയ്ക്ക് എന്തുണ്ട്, ഒരു സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റി ഉണ്ട്. അതായത് ഒരു സിംഗിൾ മൗത്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഹിപ്പോസ്റ്റോം ഉണ്ടായിരിക്കും, ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഇനി ഡൈജഷൻ എന്താണ്, എക്സ്ട്രാ സെല്ലുലാർ ആയിരുന്നു, ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. ഇനി ചില നിഡേറിയൻസിന് ഇൻട്രാ സെല്ലുലാറും ആണ്. ഇനി ഇവരുടെ എന്താ പറയാ, കൊറാൽസിന്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് കാൽസ്യം കാർബണേറ്റ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നിഡേറിയൻസിന്റെ കുറച്ച് എക്സാമ്പിൾ കാണാം. ഇത് കണ്ടോ, ഇതാണ് എന്ത്, മെഡൂസ. കണ്ടോ, ഇതാണ് എന്ത്, അഡാംസിയ. ഇനി ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ പോവാണ് കേട്ടോ. അതായത് നിഡേറിയൻസിന് 2 ബോഡി ഫോംസ് ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, എയും ബിയും. ഏതൊക്കെയാണ്, പോളിപ്പും മെഡൂസയും. എ ആയിരുന്നു പോളിപ്പ്, ബി ആയിരുന്നു മെഡൂസ. അതായത് ഈ പോളിപ്പ് മെഡൂസ എന്ന് പറയുന്നത് അവരെ നമുക്ക് എന്തെന്ന് പറയാം, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. കാരണം പോളിപ്പ് അസെക്ഷലി എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഡൂസേനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മെഡൂസ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷലി പോളിപ്പിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സീലൻഡ്രൈറ്റ്സിന് 2 റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷലി മെഡൂസ എന്ത് ചെയ്യുന്നു, പോളിപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അസെക്ഷലി പോളിപ്പ് മെഡൂസേനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇതിന് എക്സാമ്പിൾസ്, സീലൻഡ്രൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫൈസാലിയ, അതായത് നമ്മൾ പോർച്ചുഗീസ് ഓഫ് മാൻ ഓഫ് വാർ എന്ന് പറയുന്നു, അഡാംസിയ, സി അനിമോൺ, പെനാറ്റുല, സീപെൻ, ഗോർഗോണിയ, സീഫാൻ ആൻഡ് മിയാൻഡ്രിന, ബ്രെയിൻ കൊറാൽ. ഈ നേംസ് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കണം. എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങളോട് ചിലപ്പോ ഇത് ഏത് ഫൈലത്തിൽ ഉൾപ്പെടുന്നു അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വരുന്നത് ഏത് ഫൈലത്തിലാണ്, ഏത് ഫൈലത്തിലാ, നിഡേറിയൻസ്. അത് ഏത് ഓർഗാനിസത്തിലാണ് ഉണ്ടാവുന്നത്, ഏതിലാണ്, പോളിപ്പിലും മെഡൂസയിലും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫൈലം ടീനോഫോറ ആണ്. ഈ ഫൈലം നമുക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഈ ഫൈലത്തിന്റെ ഒരു പ്രത്യേകതയാണ് ബയോലുമിൻസെൻസ്. അതുകൊണ്ട് ഞാൻ കൊടുത്തു എന്ന് മാത്രം. ബയോലുമിൻസെൻസ് അതായത് നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സ് മൂവി കണ്ടിട്ടുണ്ടോ, അതില് നൈറ്റ് നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളറ് കണ്ടില്ലേ, അതാണ് ഈ ബയോലുമിൻസെൻസ് എന്ന് പറയുന്നത്. ചില ഓർഗാനിസത്തിന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോലുമിൻസെൻസ് എന്ന് പറയുന്നത്. ഈ ടീനോഫോറ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമ്മൾ ഹയർ ഫൈലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് ആണ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫയലാണ്, അത്യാവശ്യം ലാർജ് ആണ്, പക്ഷെ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. ഇവരെന്താണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പ്ലാറ്റ്ഫോംസ് എന്ന് വിളിക്കുന്നു. സോ ദ ഫൈലം ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലാറ്റ്ഫോംസ്. ഏത് ഫയലാണ്, പ്ലാറ്റിഹെൽമിന്തിസ്.
ഇവര് മോസ്റ്റ്ലി എന്താണ് എൻഡോ പാരസൈറ്റ്സ് ആണ്, അതായത് ബാക്കിയുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ആര്? പ്ലാറ്റിഹെൽമിന്തിസ്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് നമ്മുടെ ശരീരത്തില് വെറ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, അതന്നെയാണ് ഈ പറയുന്ന പ്ലാറ്റിഹെൽമിന്തിസ് ഗ്രൂപ്പിൽ വരുന്ന പ്ലാറ്റ്ഫോംസ്. മനസ്സിലായോ? ഇനി ഇവരുടെ സിമെട്രി എങ്ങനെയാണ്? ബയലാട്രിയൽ സിമെട്രി ആണ്. കണ്ടോ? മനസ്സിലായോ? ഇപ്പൊ സിമെട്രി ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത്? ബയലാട്രിയൽ സിമെട്രി ആണ്. അതായത് ഇവരെയാണ് നമുക്ക് പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഐഡന്റിക്കൽ പാർട്സ് ആയിട്ട് കിട്ടും. ഇനി ഇവരെന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അസിലോമൈറ്റ്സ് ആണ്. ഇവരുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ഓർഗൻ ലെവൽ എത്തിയത് കണ്ടോ? അപ്പൊ എന്താണ്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി ഇവർ പാരസൈറ്റ്സ് ആണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ എന്തുണ്ട്? ഹുക്കും സക്കേഴ്സും പ്രസന്റ് ആണ്. ഇവർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെയൊക്കെ ശരീരത്തില്, നമ്മുടെയൊക്കെ ഇൻറ്റസ്റ്റൈനിൽ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡും ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ഹുക്കും സക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കും. അതാണ് ഇവരുടെ മെയിൻ പണി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ശരീരത്തിലുള്ള ഒരു പ്രത്യേകതരം സെൽസ് ആണ് എന്ത്? ഫ്ലെയിം സെൽസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓസ്മർക്കുലേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്സസ് സെപ്പറേറ്റ് അല്ല. ഇനി ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് ത്രൂ ലാർവൽ സ്റ്റേജിലൂടെയാണ്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ടീനിയ, ടേപ്വോം, ഫാസിയോള, ലിവർ ഫ്ലക്ക്. അതിന്റെ ഫിഗർ ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ടേപ്വോം ആണ്, ഇത് ലിവർ ഫ്ലക്ക് ആണ്. അപ്പോ പ്ലാറ്റിഹെൽമിന്തിസ് നമ്മൾ പറഞ്ഞു, അതിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആൽഷ്യമിന്തസ് ആണ്. നമ്മുടെ ഫൈലം ഇങ്ങനെ ലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് ഫൈലം ആൽഷ്യമിന്തസ്. ആൽഷ്യമിന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഓർഗാനിസംസ് വരുന്ന ഫയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? റൗണ്ട് വാംസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി ഇവരെന്താണ്? ഫ്രീ ലിവിങ് ആണ്, അക്വാട്ടിക് ആണ്, ടെറസ്ട്രിയൽ ആണ്, പാരസിറ്റിക് ആണ്. അതേപോലെ തന്നെ ഈ ഒരു റൗണ്ട് വാംസിനുള്ളത് അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ എവിടെ എത്തി? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എത്തിയിട്ടാ. ഇനി സിമെട്രി എന്താണ്? ബയലാട്രിയൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സ്യൂഡോസിലോമൈറ്റ്സ് ആണ്. അതായത് ഒരൊറ്റ ഫൈലം മാത്രമേ സ്യൂഡോസിലോമൈറ്റ്സ് ഉള്ളൂ. അത് ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആൽഷ്യമിന്തസ്. ഇനി ഇവരുടെ അലിമെന്ററി കനാൽ എന്താണ്? കംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരു വെൽ ഡെവലപ്ഡ് ഫാരിങ്സ് ഉണ്ട്. ഇനി എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്ന ഒരു ട്യൂബ്സ് ഉണ്ട്. പിന്നെ സെക്സസ് സെപ്പറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിഷ്യസ് എന്ന് വിളിക്കുന്നു. മെയിലും ഫീമെയിലും വ്യത്യാസമാണ്. പിന്നെ ഫീമെയിൽസ് ആയിരിക്കും എപ്പോഴും മെയിലിനേക്കാൾ വലുത്. മെയിൽസ് എപ്പോഴും ചെറുതായിരിക്കും, ഫീമെയിൽസ് ആയിരിക്കും ഈ ഒരു ആൽഷ്യമിന്തസില് വലുത്. ഇനി ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അസ്കാരിസ്, വൗഷേറിയ, ആൻസിലോസ്റ്റോമ. എക്സാമ്പിൾസ് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫൈലം അനലിഡ. ഇവര് മെയിൻ ആയിട്ട് എന്താണ്? അക്വാട്ടിക്കും ആണ്, മറൈനും ആണ്. അതായത് മറൈനും ആണ്, ഫ്രഷ് വാട്ടറും ആണ്. രണ്ടിലും ജീവിക്കുന്ന ആൾക്കാരാണ് അനലിഡ്സ്. ടെറസ്ട്രിയൽ ആണ്, കരയിലും ജീവിക്കും, ഫ്രീ ലിവിങ് ആണ്, പാരസിറ്റിക് ആണ്. ഇനി ഇവര് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ? യെസ്, ഓർഗൻ സിസ്റ്റം ആണ്. ഇനി ബയലാട്രിയൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആണ്. എന്ത് സീലോം ഉണ്ടോ ഇല്ലയോ? എങ്ങനെയാണ്? സീലോമേറ്റ് ആണ്. കാരണം മീസോഡം ലെയറില് കാവിറ്റി പ്രസന്റ് ആണ്, ബോഡി കാവിറ്റി പ്രസന്റ് ആണ്. സോ ദേ ആർ സീലോമേറ്റ് ആനിമൽസ്. ഇനി ഇവരുടെ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്ലാറ്റിഹെൽമിന്തിസ് പോലെ തന്നെ ഒരുപാട് സെഗ്മെന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരാണ് അനലിഡ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു സർക്കുലർ മസിൽസ് ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് നെറിസ് എന്ന് പറയുന്ന ഒരു ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. അത് ഈ ഒരു അനലിഡ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പാരാപോഡിയ യൂസ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിം ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ ഈ നെറിസും പാരാപോഡിയും ഒക്കെ വരുന്നത് ഏതിലാണ്? അനലിഡ്സിലാണ്. ഇനി എന്താണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്, നമ്മുടെ പോലെ തന്നെയാണ്. ഇനി നെഫ്രീഡിയ ഓസ്മോർക്കുലേഷനും എക്സ്ക്രീഷനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവയ്ക്ക് എന്തുണ്ട്? ഒരു ന്യൂറൽ സിസ്റ്റം ഉണ്ട്.
അതായത് ഒരു പെയർഡ് ഗാംഗ്ലി ആയിട്ടാണ് അത് ഇരിക്കുന്നത്. പിന്നെ അക്വാട്ടിക് ഫോം ആണ്, ഡെയ്ഷ്യസ് ആണ്. ദെൻ എർത്ത് ലീച്ചസും എന്താണ് ഇതില് മോണീഷ്യസ് ആണ്. ദെൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ആണ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയുന്നത് നെറീസ്, ഫെറിറ്റിമ അതായത് എർത്തുവാമ നമ്മുടെ മണ്ണിര, പിന്നെ ഹ്രിഡ്രിനേറിയ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫൈലത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആർത്രോപോഡ. ദിസ് ഈസ് ദി ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ. അതായത് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ഏതാണ്? ആർത്രോപോഡയാണ്. ഇതിനകത്താണ് നമ്മുടെ എന്ത് വരുന്നത്? ഇൻസെക്ട്സ് വരുന്നത്. ഓക്കെ, ഇതില് രണ്ടോ അതിൽ കൂടുതലോ നെയ്മഡ് സ്പീഷീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ബയലാട്രിയൽ സിമട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെന്റഡ് ആണ്, സീലോമൈറ്റ് ആനിമൽസ് ആണ്. നമ്മളിപ്പോ നേരത്തെ പഠിച്ച ക്യാരക്ടേഴ്സ് എന്തിനാണ്? ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നതാണ് എന്ന് പറയുമ്പോ. ഇനി ഇവരുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ്. നമ്മുടെ സിലിണ്ടറേറ്റ്സിന്റെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടായിരുന്നു. ഇനി ഇവരുടെ ബോഡീനെ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജോയിന്റ് അപ്പൻഡേജസ് ഉള്ള ഒരേ ഒരു ലാർജസ്റ്റ് ഫൈലം ഏതാണ്? ആർത്രോപോഡ്സ് ആണ്. കാരണം ഇവയ്ക്ക് ജോയിന്റ് അപ്പൻഡേജസ് ഉണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻസ്, ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം, ഒരു പ്രോപ്പർ ട്രക്കിയൽ സിസ്റ്റം ഒക്കെ ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ഓപ്പൺ ടൈപ്പ് ആണ്. ദാറ്റ് മീൻസ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഓർഗൻസ് ഒക്കെ അതിൽ ബാത്ത് ചെയ്ത് കിടക്കുകയായിരിക്കും. ഇനി ഇവർക്ക് സെൻസറി ഓർഗൻസ് ഉണ്ട്. അതായത് ഏകദേശം ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അത്യാവശ്യം ഡെവലപ്ഡ് ഓർഗൻസ് ഉള്ള ഒരു ഫയലാണ് എന്ത്? ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ഒരുപാട് ഓർഗാനിസംസ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്നും പറയുന്നത്. ഇനി ഓർഗൻസ് ബാലൻസ് ചെയ്യുന്ന സ്റ്റാറ്റോസിറ്റ്സ് പ്രസന്റ് ആണ്. അതുപോലെ എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് വഴിയാണ്. എക്സ്ക്രീഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് വഴിയാണ്. ഇവരെന്താണ്? ഡെയ്ഷ്യസ് ആണ്, അതായത് സെപ്പറേറ്റ് ആണ് സെക്സസ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. മോസ്റ്റ് ഓഫ് ഓവിപാരസ് ആണ്, അതായത് മുട്ടയിട്ട് വളരുന്നവരാണ് എന്ത്? ഓവിപാരസ്. വിവിപാരസ് എന്തായിരുന്നു? പാലൂട്ടി വളർത്തുന്നവര്. ഇനി ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഇനി എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ എപ്പിസ്, നമ്മുടെ ഹണി ബി, പിന്നെ ബോംബിക്സ്, ലാസിഫർ, പിന്നെ അനോഫിലസ്, പിന്നെ വെക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്മുടെ മോസ്കിറ്റോസും കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ പെസ്റ്റ് ആയിട്ട് വരുന്ന ലോക്കസ്റ്റ, ലിമുലസ്. ഇത്രയാണ് ഫൈലം ആർത്രോപോഡ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം? ആർത്രോപോഡ. ഡൗട്ട് ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് ഫൈലം മൊളസ്ക. ദിസ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. അതായത് ഒരു ആനിമൽ ഫൈലത്തിലെ നമ്മുടെ ഫൈലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നോൺ കോഡൈറ്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമായിട്ട് വരുന്നത് ഏതാണ്? ഫൈലം മൊളസ്കയാണ്. മൊളസ്ക എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആണ്, അക്വാട്ടിക്കും ആണ്. ഇവരുടെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ബയലാട്രിയൽ സിമട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമൈറ്റ് ആനിമൽസ് ആണ്. ഇനി ബോഡി കവർ ചെയ്തിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽക്കാരിയസ് ഷെല്ല് കൊണ്ടാണ്. ആർത്രോപോഡ്സിന്റെ എന്തായിരുന്നു? കൈറ്റിനസ് ആയിരുന്നു. സിലിണ്ടറേറ്റ്സിന്റെ എന്തായിരുന്നു? കാൽസ്യം കാർബണേറ്റ് ആയിരുന്നു. ഇനി അൺസെഗ്മെന്റഡ് ബോഡിയാണ്. പിന്നെ ബോഡി എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഹെഡ്, ഫുട്ട്, വിസറൽ ഹമ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്കിൻ ഫോംസ് ആണ് ഇവർക്ക് ഉള്ളത്. പിന്നെ ഹമ്പിന്റെയും മാൻഡിലിന്റെയും ഇടയിലുള്ള സ്പേസിനെ നമ്മൾ മാൻഡിൽ കാവിറ്റി എന്ന് പറയുന്നു. അതിനകത്ത് എന്തുണ്ട്? ഒരുപാട് ഫെദർ ലൈക്ക് ഗിൽസ് പ്രസന്റ് ആണ്. ഇനി ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ ആന്റീരിയർ ഹെഡിലാണ് സെൻസറി ടെന്റക്കിൾസ് ഒക്കെ വരുന്നത്. അതായത് സെൻസേഷന് വേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ആന്റീരിയർ ഹെഡിലാണ്. ഇനി മൗത്തിൽ എന്തുണ്ട്? റാസ്പിൻ ഓർഗൻസ് ഉണ്ട് ഫോർ ഫീഡ് ചെയ്യാന്. സോ അതിനെയാണ് നമ്മൾ റാഡുല എന്ന് പറയുന്നത്. അപ്പൊ റാഡുല വരുന്നത് മൊളസ്കയിലാണ് കേട്ടോ. അതിന് എക്സാമ്പിൾസ് ആണ് കണ്ടോ, പൈലിയും ഒക്ടോപ്പസും. ഇനി ഇവർ ഡൈഷ്യസ് ആണ്, കാരണം സെക്സസ് സെപ്പറേറ്റ് ആണ്, ഓവിപാരസ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. എക്സാമ്പിൾ പറയുന്നത് പൈല, പിങ്ടാഡ, സെപ്പിയ, ലോലിഗോ, ഒക്ടോപ്പസ്, അപ്പീസിയ,
ഡെന്റാലിയം, ദെൻ കീറ്റോപ്ലൂറിയ. ഇത്രയാണ് എക്സാമ്പിൾസ്, മൊളസ്കയുടെ എക്സാമ്പിൾസ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈൽ ആണ് കേട്ടോ, മറക്കരുതേ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലാസ്റ്റ് ഫൈലം ഇൻ നോൺ കോഡേറ്റ്സ്. നമ്മുടെ 9 ഫൈലത്തില് 9ാമത്തെ ഫൈലത്തിലോട്ട് എത്തി. ഫൈലം എക്കിനോഡെർമേറ്റ പറയുകയാണെങ്കിൽ ഇവരെന്താണ്, എൻഡോസ്കെൽട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽക്കാരിയസ് ഓസിക്കിൾസ് കൊണ്ട്. എൻഡോസ്കെൽട്ടൺ കാൽക്കാരിയസ് കൊണ്ടാണ്. ഓസിക്കിൾസ് ഉണ്ട്. ദെൻ എക്കിനോഡെർമേറ്റ എന്ന പേര് ഇവർക്ക് വന്നത് അതുകൊണ്ടാണ്. മറൈൻ ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അഡൽറ്റിന് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 സിമെട്രി ഇവരിൽ വരുന്നുണ്ട്. അതായത് അഡൽറ്റ് ആണെങ്കിൽ ഇവർക്ക് റേഡിയൽ സിമെട്രിയും ലാർവൽ സ്റ്റേജ് ആണെങ്കിൽ ബയലേട്രിയൽ സിമെട്രി ആയിരിക്കും. ഒരു ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, അതായത് മൗത്തും ഉണ്ടായിരിക്കും, പിന്നെ ഒരു ആനസും ഉണ്ടായിരിക്കും. ഇനി മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് എന്തുണ്ട്, ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്. വാട്ടർ കനാൽ അല്ല, വാട്ടർ വാസ്കുലർ. വാട്ടർ കനാൽ ആർക്കാണ്, ഫൈലം പോറിഫെറയ്ക്ക്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ആർക്കാണ്, എക്കിനോഡേംസിന്. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്തിനാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്, ലോക്കമോഷനും അതുപോലെ തന്നെ ഫുഡിനെ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ റെസ്പിറേഷനും പിന്നെ ട്രാൻസ്പോർട്ടേഷനും. ഇനി എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. റീപ്രൊഡക്ഷൻ സെക്ഷലി ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഫ്രീ സ്വിമ്മിങ് ലാവയാണ്. ഇനി ഇതിന് എക്സാമ്പിൾസ് പറയുന്നത് എസ്റ്റേരിയാസ്, നമ്മുടെ സ്റ്റാർ ഫിഷ്, എക്കിനസ്, ദെൻ ആന്റിഡോൺ, കുക്കുമേറിയ, ഒപ്യൂറ. ഇത്രയാണ് നമ്മുടെ എക്കിനോഡെർമേറ്റനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇതിലെ സബ് ഫൈലംസും കാര്യങ്ങളും പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഫൈലം കോഡേറ്റനെ പറ്റി പറയാം. ഒരു ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആനിമൽസിന് നോട്ടോകോഡ് പ്രസന്റ് ആണെങ്കിൽ അവരെന്നെയാണ് നമ്മൾ ഫൈലം കോഡേറ്റ എന്ന് വിളിക്കാം. ഇവയ്ക്ക് മെയിൻ ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു നെർവ് കോഡ് ഉണ്ടായിരിക്കും. ഒരു നെർവ് കോഡ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു പെയർഡ് ഗിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും. നോട്ടോകോഡ് പ്രസന്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇതേ കണ്ടോ, നോട്ടോകോഡ് ഉണ്ട്. പിന്നെ ഒരു പോസ്റ്റ് ആനൽ പാർട്ട് ഉണ്ടായിരിക്കും. ഇവരെ എന്ന് പറയുന്നത് ബയലാട്രിക്കൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, എന്താണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഇവരുടെ എന്താണ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കോഡേറ്റ്സിനെയും നോൺ കോഡേറ്റ്സിനെയും ഒന്ന് ഡിസ്റ്റിങ് ചെയ്ത് നോക്കാം. ക്യാരക്ടേഴ്സ്. കോഡേറ്റ്സിന് എന്താണ്, നോട്ടോകോഡ് പ്രസന്റ് ആണ്. നോൺ കോഡേറ്റ്സിന് നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. ഇനി ഇവരുടെ നെർവസ് സിസ്റ്റം എന്താണ്, ഡോർസൽ ആണ്, ഇവിടെ വെൻട്രൽ ആണ്, ഇവിടെ ഹോളോ ആൻഡ് സിംഗിൾ ആണ്, ഇവിടെ സോളിഡ് ആൻഡ് ഡബിൾ ആണ്. ഇനി ഫെയറിങ്സ് പെർഫോം ചെയ്യുന്നത് ഗിൽ സ്ലിറ്റ്സ് ആയിട്ടാണ്. ഇവിടെ ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് ആണ്. ഹാർട്ട് വെൻട്രൽ ആണ്, ഹാർട്ട് ഡോർസൽ ആണ്. ഹാർട്ട് ഉള്ളവർക്ക് അത് ഡോർസൽ ആണ്. ഇനി പോസ്റ്റ് ആനൽ ടൈൽ പ്രസന്റ് ആണ്. നോൺ കോഡേറ്റ്സിന് പോസ്റ്റ് ആനൽ ടൈൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കോഡേറ്റും നോൺ കോഡേറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാണ്, നമ്മുടെ കോഡേറ്റനെ നമ്മൾ 3 ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് യൂറോകോഡേറ്റ, ദെൻ ട്യൂനിക്കേറ്റ അഥവാ യൂറോകോഡേറ്റ, ദെൻ സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. അപ്പൊ നമ്മള് ഫൈലം കോഡേറ്റനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 3 സബ് ഫൈൽ ആയിട്ട്. ഏതൊക്കെയാണ്, യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. നമ്മുടെ ഈ യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും പ്രോട്ടോകോഡേറ്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവരെന്താണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. ഇനി യൂറോകോഡേറ്റ എന്ന് പറയുന്നത് നോട്ടോകോഡ് ലാർവൽ ടൈലിൽ മാത്രമായിരിക്കും പ്രസന്റ്. എന്നാൽ സെഫാലോകോഡാറ്റയില് അതെന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് ടു ടൈല് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ടാവും, അവരുടെ ആ ഒരു ലൈഫ് ഫുള്ള്. പക്ഷെ യൂറോകോഡാറ്റയ്ക്ക് എങ്ങനെയാ, ലാർവൽ സ്റ്റേജില് ലാർവൽ ടൈലില് മാത്രമേ എന്തുണ്ടാവുള്ളൂ, നോട്ടോകോഡ് ഉണ്ടാവുള്ളൂ. സെഫാലോകോഡേറ്റിന് അതിന്റെ ലൈഫ് ലോങ് എന്തുണ്ടാവും, ഹെഡ് ടു ടൈൽ റീജിയനില് നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും. അതിന് ഈ യൂറോകോഡാറ്റിക് എക്സാമ്പിൾ ആണ് അസീഡിയസ് ആൽഫ ഡോളിയോലം. സെഫാലോകോഡാറ്റിക് എക്സാമ്പിൾ ആണ് ബ്രാഞ്ചിയോസ്റ്റോമ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വെർട്ടിബ്രേറ്റും കൂടെ പറയാനുള്ളൂ. നമ്മുടെ കോഡേറ്റനെ നമ്മൾ മെയിൻ ആയിട്ട് 3 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. നമ്മുടെ യൂറോകോഡാറ്റനെയും സെഫാലോകോഡാറ്റനെയും നമ്മൾ
കൊറോയിഡ്സ് എന്നാണ് പറയാ. കാരണം യൂറോകോഡാറ്റയ്ക്ക് നോട്ടോകോഡ് ലാർവൽ ടെയിലിൽ മാത്രമായിരിക്കും പ്രസന്റ്. സഫാലോകോഡാറ്റയ്ക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് ടു ടെയിൽ, ഹെഡ് മുതൽ ടെയിൽ വരെ എന്തുണ്ടായിരിക്കും? ഈ ഒരു നോട്ടോകോഡ് ഉണ്ടായിരിക്കും. നോക്കിക്കേ, ഹെഡ് ടു ടെയിൽ എന്തുണ്ടായിരിക്കും? നോട്ടോകോഡ് ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ലൈഫ് ടൈം മൊത്തം ആ ഒരു നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വേർട്ടിബ്രേറ്റ ആണ്. വേർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേർട്ടിബ്രേറ്റ നമുക്കറിയാലോ, നമ്മുടെ സബ് ഫൈലം ഓഫ് കോർഡേറ്റ ആണ്. വേർട്ടിബ്രേറ്റയ്ക്ക് കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. വേർട്ടിബ്രേനെ നമ്മൾ 2 ഡിവിഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തിന്റെ ബേസില്? ജോ, നമ്മുടെ താടിയലിന്റെ ബേസില് ജോ, താടി ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ ബേസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആനാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. താടി ഇല്ലാത്തവരെ, ജോ ഉള്ളവരെയാണ് നമ്മള് അനാത്ത എന്നും, ജോ ഉള്ളവരെയാണ്, ജോ ബെയർ ചെയ്യുന്നവരെ നമ്മൾ നാത്തോസ്റ്റൊമാറ്റ എന്നും പറഞ്ഞു. ഏനാത്തയുടെ ക്ലാസ് ആണ് എന്ത്? സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, ഇനി ഈ ഒരു നാത്തോസ്റ്റൊമാറ്റയുടെ സൂപ്പർ ക്ലാസ്സുകളാണ് ഏതൊക്കെ? പിസസും ടെട്രാപോഡിയും. പിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് 2 ക്ലാസ്സുകളാണ് വരുന്നത്. ഒന്ന് കോൺട്രിയോത്തിസിസും ഓസ്റ്റിയോത്തിസിസും. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഇനി ടെട്രാപോഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ലിംസ് ഉള്ള ആൾക്കാരാണ്. അതിൽ വരുന്നത് ആംഫീബിയ, റെപ്റ്റൈൽസ്, എവിസ്, മമ്മൽസ്. നിങ്ങൾക്ക് നോർമലി അറിയുന്ന ആൾക്കാരാണിത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഇത് നമ്മുടെ ഈ ഒരു കോൺട്രിയോത്തിസിസും ഓസ്റ്റിയോത്തിസിസും ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ് ഓഫ് സൈക്ലോസ്റ്റൊമാറ്റ എടുക്കാം. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്ടോപാരസൈറ്റ്സ് ആണ്. ഈ നമ്മുടെ ഈ ഒരു ഫിഷിന്റെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചില സ്മോൾ ഫിഷസ് ഇല്ലേ, അതാണ് എന്ത്? ഈ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇവയ്ക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഇലോങ്ങേറ്റഡ് ബോഡി ബെയറിംഗ് 6 to 50 ഗിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും. എന്തിന്? ശ്വസിക്കാൻ വേണ്ടിയിട്ട്, റെസ്പിറേഷന് വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സൈക്ലോസ്ട്രോമിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവയ്ക്ക് സക്കിങ്ങും അതുപോലെ തന്നെ സർക്കുലർ മൗത്തും ജോ ഇല്ലാതെ തന്നെ ഉണ്ടായിരിക്കും. അതായത് ഒരു മൗത്തും സക്കിങ്ങും ഇവര് ജോ ഇല്ലാതെ തന്നെ നടത്തും. ഇനി ഇവരുടെ ബോഡി എന്ന് പറയുന്നത് സ്കെയിൽസും പെയർഡ് ഫിൻസ് ഒന്നും ഇല്ലാത്തതായിരിക്കും. ഇനി ഇവയ്ക്ക് എന്തുണ്ട്? ഒരു ക്രാനിയം അതുപോലെ തന്നെ ഒരു വെർട്ടിബ്രൽ കോളും ഉണ്ട്. അത് കാർട്ടിലേജിനിയസ് ആണ്. ഇനി സർക്കുലേഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ഇനി ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മറൈൻസ് ആണ്. പക്ഷെ ഇവരെന്താവും? മൈഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രഷ് വാട്ടറിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ സ്പാനിങ് ഇവരെന്ത് ചെയ്യും? കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് മരിച്ചു പോകും, ഡൈ ആവും. ഇനി ഇവരുടെ ലാർവൽ സ്റ്റേജില് അവയ്ക്ക് എന്തുണ്ട്? മെറ്റമോർഫോസിസ് ഉണ്ട്. ഇനി അതെന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് ഓഷനിലോട്ട് പോകും. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പെട്രോമൈസൺ ആണ്, അതുപോലെ തന്നെ മിക്സിനും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോൺട്രിയോത്തിസിസും ഓസ്റ്റിയോത്തിസിസും ആണ്. കോൺട്രിയോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറൈൻ ആണ് ആനിമൽസ് വരുന്നത്. ഇനി അവരുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് കാർട്ടിലേജിനിയസ് എൻഡോസ്കെൽട്ടൻ കൊണ്ടാണ്. കോൺട്രിയോത്തിസിസിന് കാർട്ടിലേജിനിയസ് എൻഡോസ്കെൽട്ടൻ കൊണ്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവയ്ക്ക് മൗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെൻട്രലി ആണ്. ഈ കോൺട്രിയോത്തിസിസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഓസ്റ്റിയോത്തിസിസിന് വരുന്നത്. ഓക്കെ, നോട്ടോകോഡ് എന്താണ്? ലൈഫ് ത്രൂ ഔട്ട് പ്രസന്റ് ആണ്. ഗിൽ സ്ലിറ്റ്സ് സെപ്പറേറ്റ് ആണ്. ഓപ്പർക്കുലം ഇല്ല, ഓപ്പർക്കുലം ആബ്സെന്റ് ആണ്. സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആണ്. മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. അപ്പൊ പ്ലക്കോയിഡ് സ്കെയിൽസ് ആബ്സെന്റ് അല്ല, പ്രസന്റ് ആണ്. ടീത്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ജോസ് വളരെ പവർഫുൾ ആണ്. പിന്നെ എന്താണ്? പ്രെഡീഷ്യസ് ആണ്. പിന്നെ അവയ്ക്ക് എന്താ പറയാ, എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നീന്താനായിട്ട് പറ്റില്ല, കാരണം അവരുടെ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. ഈ ഫിഗർ നന്നായിട്ട് നോട്ട് ചെയ്യാം. സ്കോളിഡോനും ക്രിസ്റ്റിന്റെയും ഫിഗർ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഇത് എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവണം കോൺട്രിയോത്തിസിസ് ആണ് എന്നുള്ളത് കാര്യം മനസ്സിലാവണം കേട്ടോ. ഇനി ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 2 ചേമ്പേർഡ് ആണ്. പിന്നെ ഇവര് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. പിന്നെ എന്താണ് പറയുന്നത്? സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. വിവി പാരസ് ആണ്. ഇനി നെക്സ്റ്റ് ഓസ്റ്റിയോത്തിസിസ്. ഓസ്റ്റിയോത്തിസിസ് നമുക്ക് പറയാനുള്ളത്
എല്ലാവരും എന്താണ്? മറൈനും ആണ്, ഫ്രഷ് വാട്ടറും ആണ്. മറ്റേത് എന്തായിരുന്നു? കോൺട്രിയോത്തസിസ് എന്തായിരുന്നു? കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ആയിരുന്നു. ഇവിടെ ബോണി എൻഡോസ്കെൽട്ടൺ ആണ്. ബോഡി സ്ട്രീം ലൈൻഡ് ആണ്. മൗത്ത് മറ്റോടത്ത് എന്തായിരുന്നു? വെൻട്രൽ ആയിരുന്നു. ഇവിടെ ടെർമിനൽ ആയിരിക്കും. ഇനി ഓപ്പർക്കുലം അവിടെ ആബ്സെന്റ് ആയിരുന്നു, അപ്പൊ ഇവിടെ എന്താണ്? പ്രസന്റ് ആണ്. ഇനി സ്കിൻ എന്ത് ചെയ്തിട്ടുണ്ട്? സൈക്ലോയിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ഇനി ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഓവിപാരസ് ആണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് മറൈനിൽ വരുന്നത് എക്സോസീറ്റസ്, ഹിപ്പോകാമ്പസ്. ഇനി ഫ്രഷ് വാട്ടറിൽ വരുന്നത് ലാബിയോ, കെട്ല, ക്ലാരിയാസ്. അക്വേറിയത്തിൽ നമ്മൾ കാണുന്ന ചില ഫിഷസ് ഇല്ലേ, ബെറ്റ, ടെറോഫിലം, ഇതെല്ലാം എന്താണ്? ഓസ്റ്റിയോതിസിസ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മള് ഈ ആംഫീബിയും റെപ്റ്റൈലിയും എബിസും മമ്മൽസും പറയുകയാണെങ്കിൽ, ഈ ആംഫീബിയൻസും റെപ്റ്റൈൽസും എബിസും മമ്മൽസും. മമ്മൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീയിങ്സ്. അതായത് ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, നമുക്ക് എന്താ പറയാ, പാലൂട്ടി വളർത്തുക, അതുപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുക. ഇവരൊക്കെ ആയിരിക്കും മമ്മൽസിൽ വരുന്ന ആൾക്കാർ. ഇനി നമ്മുടെ എബിസ് എടുക്കുകയാണെങ്കിൽ എന്താ? നമ്മുടെ ബേർഡ്സിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും അതിൽ പറയുന്നത്. ദെൻ റെപ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും? റെപ്റ്റൈൽസിൽ വരുന്നത് ഏതാ? നമ്മുടെ എഴഞ്ഞു നടക്കുന്ന ജീവികള്. ദെൻ ഇനി ആംഫിബിയൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? അതൊരു കോൾഡ് ബ്ലഡഡ് വെർട്ടിബ്രേറ്റ്സ് ആണ്. നമ്മുടെ ഈ ഫ്രോഗ്, ടോട്സ്, അതുപോലെ സലമാൻഡേഴ്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ഇതിൽ വരുന്നത്. ഇവയ്ക്ക് ടെറസ്ട്രിയൽ ആയിട്ട് ജീവിക്കാൻ പറ്റും, അതുപോലെ തന്നെ അക്വാട്ടിക് ആയിട്ടും ജീവിക്കാൻ പറ്റും. അത്തരത്തിൽ വരുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ആംഫിബിയൻസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിലും ലാൻഡിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് ഒരു 1 hour കൊണ്ട്, 1 hour പോലും ആയിട്ടില്ല, നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മള് ഫൈലം, നോൺ കോഡേറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഫൈലം, കോഡേറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ഏതാണ്? നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ആൻസർ ചെയ്യോ? ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ഏതാണ്? ഏതാണ്? യെസ്, ആർത്രോപോഡ. ദെൻ ഇനിയുള്ള ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എന്നോട് പറയണം. ഓക്കെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ഫൈലം ഇൻ ദി നോൺ കോഡേറ്റ്സ്? Then second question, which is the second largest phylum in the non-chordates? Ini, which is the joint appendages present organisms in dash phylum? Then next question, pseudocoelomates are present in dash phylum. Then chitinous exoskeleton is present in which phylum? ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഈ 5 ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതില് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആ ക്ലാസ്സിന് മുൻപ് ഒരു 5 to 10 minutes നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. അപ്പൊ നന്നായിട്ട് നോക്കുക. സിമ്പിൾ ആണോ ചോദിച്ചാൽ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ കുറച്ച് മദപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അതും കുറച്ച് കാണാപ്പണം പഠിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ക്ലിയർ ചെയ്യുക.
നോട്ട് എഴുതാനോ നിൽക്കണ്ട. ഡയറക്റ്റ് PPT എന്ത് ചെയ്യാം, ഞാൻ വേർഡ് ഫയൽ ആയിട്ട് സോറി PDF ആയിട്ടായി അയക്കുന്നുണ്ടാവുക. നിങ്ങളത് പ്രിന്റ് ഔട്ട് എടുക്കുക, ക്ലാസ് കേൾക്കുക, ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു.